കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമ്മുടെ ജോണി ചേട്ടൻ. അപ്പൊ ആങ്കറിംഗ് മാത്രം ആൾ ഇതുവരെ ചെയ്തിട്ടില്ല. ജോണി ചേട്ടനെ കൊണ്ട് ഞാനാണ് എന്നെ ആദ്യം അഭിനയിപ്പിച്ച ആളാണ്. അപ്പം ആങ്കറിംഗ് ആദ്യമായിട്ട് ജോണി ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു അംഗീകാരം എനിക്ക് കിട്ടിക്കോട്ടെ. ഞാൻ ആങ്കർ ചെയ്യാം, പക്ഷെ ഒന്നും നമുക്ക് കാര്യം നമ്മുടെ അനുദാതാക്കളാണെങ്കിലും വായിക്കൊള്ളാത്ത സ്പോൺസേഴ്സിന്റെ പേര് മാത്രം കൃത്യം ഒന്ന് പറയാം, തെറ്റിപ്പോതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതുപോലെ തന്നെ നിത്യ ക്രിസ്മസ് ആണ്, അതായത് എന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ പുൽക്കൂട് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തേക്കുന്നത്, മനോഹരമായിരിക്കും. അതാണ് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും. പക്ഷെ ഒരാളുടെ കുറവുണ്ട്. ആരുടെ? അല്ല, സാന്റാക്ലോസിന്. ഞാൻ വിചാരിച്ചു ജോണി ചേട്ടൻ സാന്റാക്ലോസ് ആയിട്ട് വയറ് കുറച്ചുകൂടെ വെച്ചിട്ട് വരാം അടുത്ത കൊല്ലം. അപ്പം എല്ലാവർക്കും നമുക്കറിയാലോ, ലോകത്തെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചു പോകുന്ന ഒരു വലിയ ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. അപ്പം എനിക്ക് തോന്നുന്നു കാലിത്തൊഴുത്തിൽ ജനിച്ച് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹനവും എന്താ പറയാ, നമ്മളെ സ്നേഹം പഠിപ്പിച്ചു, നമ്മളെ കുറെ സഹിക്കാൻ പഠിപ്പിച്ചു. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. എന്തായാലും നിത്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെയല്ല, നമ്മൾ ആങ്കർ ചെയ്യാണ്, അപ്പൊ അതിനു വേണ്ടി പറഞ്ഞതാ, അല്ലാണ്ട് ഇത് ക്രിസ്മസ് എന്താണെന്ന്. എനിക്ക് പെട്ടെന്ന് 5ാം ക്ലാസ്സിലെ പ്രസംഗം ഓർമ്മ വന്നു. Camry ice cream, love has many flavors. And Easty co-presents Nyanum Endalam, co-powered by Pooja Ragini and Parle-G. Cosmetic planner, National Eternal, way to stardom. അപ്പൊ നമുക്ക് ക്രിസ്മസ് ഒക്കെയാണ് അല്ലേ? അപ്പൊ നമുക്കൊരു എനർജി ആയിട്ട് തുടങ്ങണ്ടേ? ഇനിയിപ്പോ നമ്മളായിട്ട് ഒരു തുടക്കം കുറിച്ചിട്ട് ഒരു എനർജിക്ക് കുറവ് വേണ്ട. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ നമുക്ക് 4 പ്രഭുദേവന്മാർ അതെ നമുക്ക് മുമ്പിൽ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നവര്? അവർ നൃത്തമല്ലേ? നൃത്താണോ എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് പ്രേക്ഷകർ അത് തീരുമാനിക്കും. എന്തായാലും 4 പേര് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആരൊക്കെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട ഷാജി, അനൂപ്, അർജുൻ ആൻഡ് വിജയ്. നമ്മൾ എപ്പിസോഡ് കണ്ട അശ്വതി എവിടെ? അശ്വതി റെഡി ആയിട്ട് വരാനൊക്കെ കുറെ ലേറ്റ് ആവും, ഭയങ്കര ലേറ്റ് അല്ലേ ഈയിടെ ആയിട്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്ക് എന്റെ പൊന്നെ ഇവിടെ ആങ്കർമാരുടെ ബഹളമല്ലേ. അത് ശരിയാണല്ലോ, വിജയ് പൊളിയാണല്ലോ.
കേറി തകർത്തോ. അപ്പൊ എന്തായാലും കേട്ടോ, അതുപോലെ അർജുൻ. ഓക്കെ സാർ, ആ, നമ്മൾ റെഡിയാണ് സാർ. അപ്പൊ ആ. എന്തായാലും വിജയ് തകർക്കാൻ പോവുകയാണ്. ആങ്കർ ചെയ്തിട്ട് വിജയ് ആങ്കർ ചെയ്യല്ലേ? ഞാൻ മാത്രമല്ല, ആ. ഞാനും എന്റെ ഫാമിലി ഫുൾ ടീം ആയിരിക്കും ഇന്ന് നമ്മൾ തകർക്കാൻ പോകുന്നത്. Okay. ഒറ്റയ്ക്കുള്ള പരിപാടിക്കൊന്നും എന്നെ തള്ളിയിടണ്ട. ഒറ്റയ്ക്ക് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളും കൂടെ ഉണ്ടാവും അല്ലേ? ഇന്ന് കൂട്ട പാചകം ഇവിടെ. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന ഇന്നത്തെ ക്രിസ്മസ് ഹംഗമ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോടാ. ഞാനും എന്റെ ആളും ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പൊ താങ്ക് യു ഡാൻസേഴ്സ്. ഇനി ഞാൻ അങ്ങനെ പറയാൻ പറ്റും, എനിക്ക് ഉൾപ്പെടെ ഞാൻ കൈയടിച്ചത് നിങ്ങളെ ആ തിരിച്ച് സീറ്റുകളിലേക്ക് വിടുകയാണ്. എനിക്ക് ആ ശ്രുതിയെ കണ്ടിട്ടാണ്. എന്താണ് ശ്രുതി പറയാ, ഞാൻ എന്ത് പറ്റി, ആളെന്ത്? ഓ, എന്ത് പറയാ, അയാൾ പിന്നെ ആങ്കറിങ്ങിന് പോയെന്ന്. നിത്യ, നമ്മുടെ ഇവിടെ ബലൂൺ ഉണ്ട്, ഉണ്ണിയേശു ഉണ്ട്, ബാക്കി മാലാകമാരുണ്ട്, മാതാവുണ്ട്, ഫുൾ സെറ്റപ്പ് അറേഞ്ച്മെന്റ് എല്ലാം ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട് അല്ലേ? നിങ്ങളുണ്ട്, നമ്മളുണ്ട്, നമ്മളും നമ്മുടെ ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്തോ ഒരു കുറവ്, അതായത് ക്രിസ്മസ് ഇത്രയൊന്നും പോരാ. ക്രിസ്മസിന് വേറെ എന്തൊക്കെയോ കൂടെ വേണം, എന്നാലേ ക്രിസ്മസ് അങ്ങോട്ട് പൂർണ്ണമാവും. ആ നിത്യ മൈക്ക് എടുത്ത് എന്തുവാ? സാന്റാക്ലോസ്. ഞാൻ വന്നപ്പോ പറഞ്ഞല്ലോ എനിക്കത് ഭയങ്കര കുറവായി തോന്നിയെന്ന്. സാന്റാക്ലോസ് അല്ലേ, നമ്മുടെ പാപ്പാനി, ക്രിസ്മസ് അപ്പൂപ്പൻ വേണം. ഈ പാപ്പാനിയെ കൊണ്ടുവരാന്ന് സാധിച്ചോട്ടെ, ഏറ്റല്ലേ? ഈ പാപ്പാനി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുപേരാ, പാപ്പാനി എന്നല്ല. പിന്നെ പപ്പാനി. ആ, അങ്ങനെ പറ. പപ്പാനി, സോറി. സാധിച്ചോട്ടെ വീട്ടുപേര് പാപ്പാനി. പാപ്പാനി കുന്നേൽ. ആ, അപ്പൊ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അല്ല, സാധിച്ചോട്ടെ ഏറ്റാണ് നമ്മുടെ ഞാനും എന്റെ ആളിനും ക്രിസ്മസ് സെലിബ്രേഷന് പപ്പാനിയെ കൊണ്ടുവരാന്നൊക്കെ ഏറ്റല്ലേ? ഞാൻ ഏറ്റിട്ടില്ല. ഏറ്റിട്ടില്ലേ? ഞാൻ ഏറ്റിട്ടില്ല. അപ്പൊ എന്നെ ജോബിച്ചേട്ടനാണ് ഏറ്റെ. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം തിരിച്ചറിയും അതല്ലേ. പക്ഷെ ഇതുപോലൊരു പേരായിരുന്നല്ലോ, ഹരിച്ചേട്ടൻ. ഹരിയാണനായിരിക്കും. അല്ലല്ല ജോണിച്ചേട്ടാ, ഏറ്റിട്ട് ഇതുപോലെ മിണ്ടാതിരുന്നോളേ കേട്ടോ. ഞാനെന്നറിയാം, നിങ്ങൾ ആ കുറവ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് പറയട്ടെ, അപ്പൊ വരുത്താമെന്ന് വിചാരിച്ചു. ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ അറേഞ്ച്മെന്റ് ആണ്. ആ, കിടിലൻ ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തായാലും നമ്മുടെ സാന്റാക്ലോസ് നല്ല രസികൻ സാന്റാക്ലോസ് വരും. അടിപൊളി. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ കുറവുണ്ട്, അത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അത് നമ്മൾ വിളിച്ചാൽ വരുമോ അതോ ജോണിച്ചേട്ടൻ തന്നെ വിളിക്കണോ? ഞാൻ വിളിക്കാം. അപ്പൊ കുട്ടപ്പ അല്ല, സോറി, അല്ല, പുള്ളിയുടെ പേരെങ്ങനെ, സാന്റാക്ലോസ്. പറഞ്ഞാണ്ട് ഈ ജാതി വേണം, എന്തൊരു എനർജിയാണ്. അടിപൊളി. പപ്പാനി കൊണ്ടുപോയി. അടിപൊളി. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് തെറ്റിച്ച് കേട്ടോ സാന്റാക്ലോസ്. എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഞാൻ ലോട്ടറി കച്ചവടമാണെന്നുള്ള ശരി, സൈക്കിളായിട്ട് വരാമോ? ആ, അതിന്റെ ഒരു ഡിമാൻഡ് വരണം. നമ്മൾ സാന്റാക്ലോസ് അല്ലേ ഇപ്പൊ? അല്ല, പുറത്ത് പറഞ്ഞായിരുന്നോ അത്? ആ, പുറത്ത് പറഞ്ഞോ അത്? അല്ല, ഞാനിപ്പോ അറിയാതെ പറഞ്ഞു പോയി. മനസ്സിലായി. നിത്യോട് വന്നപ്പോൾ ചോദിച്ചു, ഇതിന് ക്രിസ്മസ് ബമ്പർ ആണോ എന്ന് ചോദിച്ചു. ക്രിസ്മസ് ബമ്പറോ? ആ, ഞാൻ പഠിച്ചത് പറയട്ടെ നീ. ആ, എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. എല്ലാവരും കൈയടിക്കൂ. താങ്ക് യു. അല്ല, എന്നോട് നിത്യ പറയാണേ, ഇത് ക്രിസ്മസ് ഫാദറിന്റെയും വല്യപ്പനാണെന്ന് തോന്നുന്നല്ലോ. ഒരു മിനിറ്റ്. ആ ഫസ്റ്റ് കാണിച്ച സ്റ്റെപ്പ് ഇല്ലേ, എന്താ അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതാണ്? ഇങ്ങനെ വന്നിട്ട് എന്താ ഉദ്ദേശിച്ചേ? ആ മ്യൂസിക് ഒന്നുകൂടി പ്ലേ ചെയ്യൂ. പ്ലേ ചെയ്യൂ. അല്ലേ? എവിടുന്നാ കൊണ്ടുവന്ന ജോണിച്ചേട്ടാ? അല്ല, വിളിച്ചോണ്ട് വന്നിട്ട് എന്നോട് ഇത് തന്നെ ചെയ്യണം. എന്നോട് ഇത് തന്നെ, അതാണ്
ചിലരെ ഒന്നും നമ്മൾ അടുപ്പിക്കരുതെന്ന് പറയും. ഇപ്പോഴാണ് ഞാൻ പണി ചെയ്ത് വേറെ ഒന്നുമല്ല. ഇപ്പോഴാണ് നിത്യദാസ് തരുന്ന കാശിന് പണിയെടുത്തത്. എന്തെങ്കിലും പണിയെടുപ്പിക്കണ്ടേ? അല്ല നിങ്ങൾ ഇത് ഇവിടെ എന്തിനാ വന്നത്? ഞാൻ എപ്പോഴും വരുമ്പോ എന്തെങ്കിലും ആയിട്ട് വരണമല്ലോ. അതെ, സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല അല്ലാതെ വന്നു നോക്കി ഇങ്ങോട്ട്, അപ്പൊ വിവരം അറിയും. ആണോ? ആദ്യമായിട്ട് എന്റെ സാറിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കൈ അടിക്കൂ. പിന്നെ അതായത് ജോണി സാർ, ഇത് കൈയോടെ പിടിക്കൂ. ഹാപ്പി ക്രിസ്മസ്. ഞാനും എന്റെ ആളും വേദിയിലെ ആദ്യത്തെ ക്രിസ്മസ് സമ്മാനം ജോണി ചേട്ടനാണ്. ജോണി ചേട്ടന് താങ്ങാൻ പറ്റാവുന്നതിലും അധികം ഭാരമുള്ള എനിക്ക് സമ്മാനം. അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. വെട്ടുകല്ലാണോ? വെട്ടുകല്ലല്ല. സാർ ഒന്ന് തുറന്നു നോക്കണം സാർ. ഇവിടെ വെച്ച് പ്ലീസ് തന്നെ ഓപ്പൺ സാർ. ഞാൻ പിടിക്കും സാർ. കാലിലോട്ടും കയ്യിലോട്ടും ഒന്നും വീഴരുതേ. അതിഗംഭീരമായിട്ടുള്ള എൻ്റെ ഒരു കണക്കൂട്ടലാണിത്. അടിപൊളി. അടിപൊളി. നിങ്ങൾ പലരും വിചാരിക്കും ഇത് എന്തിനാണ് ഈ സമ്മാനം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ സാറ് പതിവായിട്ട് ഈ അച്ഛനും അമ്മാവനും ഒക്കെയാണ് വേഷങ്ങൾ ചെയ്യുന്നത്. അത് മാറി കോളേജ് തലത്തിലേക്ക് ചെല്ലണം. കുട്ടികളാവണം, അതായത് നായകനാകണം, അതുപോലെ കോളേജ് സ്റ്റുഡൻ്റ് ആകണം. ഒരു മാസം ഇത് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയും, ഉറപ്പാണ്. അല്ല, ഞാനേ ഈ അപ്പനും അമ്മാവനായിട്ടൊക്കെ അഭിനയിച്ചാണ് ഇപ്പൊ അരി മേടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി സാന്താക്ലോസ്. സ്റ്റുഡൻ്റ് ആയിട്ട് ചെയ്ത് ബിരിയാണി വരെ കഴിക്കാൻ പറ്റും. നല്ല നല്ല ഭക്ഷണം കഴിക്കുക, അരി മാത്രം കഴിക്കാതെ. അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ, ചിലപ്പം ഇതാവും. ഇതേ കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകോ. പക്ഷേ ജോണി ചേട്ടാ, ശരിക്കും ജോണി ചേട്ടൻ എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അതായത് കുറച്ചും കൂടെ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 6 പാക്ക് അങ്ങനെ ഉണ്ണി മുകുന്ദനും അവരും ഇവരും ഒക്കെ ഇങ്ങനെ അടിപൊളി. ഞാൻ കുറച്ച് ആളുകൾക്ക് വിശ്വസിക്കുന്ന രീതിയിൽ ഇപ്പൊ ഒരു പടം വരുന്നുണ്ട്, അനുരാഗം. അടിപൊളി. ആ സിനിമയില് ഞാനൊരു അല്പം പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ദേവയാനിയാണ്. എന്റെ ദേവയാനിയുണ്ട്, പിന്നെ ഷീലാമ്മ, ഗൗതം വാസുദേവ മേനോനുണ്ട്. അങ്ങനെ ഒരു നല്ല കോംബോ. അതുപോലെ അശ്വിനും നമ്മുടെ 96-ലെ ഗൗരിയൊക്കെ അഭിനയിക്കുന്ന ഒരു കിടുക്കാച്ചി പടം വരുന്നുണ്ട്. ജോണി ചേട്ടന്റെ പഴയ ക്രഷ് ആയിരുന്നില്ലേ ദേവയാനി? എന്തോ പഴയ crush ആയിരുന്നില്ലേ? കുറെ ദേവേനി. അല്ല, എനിക്ക് നിത്യയെ പോലെ സുന്ദരപുരുഷന് ഞാൻ അസോസിയേറ്റ് ആയിരുന്നപ്പോ അതിൽ നായികയായിരുന്നു. പറക്കും നിലയിൽ നിത്യയായിരുന്നു. അപ്പൊ ചേട്ടന്റെ ക്രഷ് എന്റെ ചേച്ചിയായിരുന്നു. അതെ അതെ. അല്ല, ഞാൻ നിത്യയുടെ ചേച്ചി സെറ്റ് വരുമായിരുന്നു. അപ്പം നമുക്കൊക്കെ പെണ്ണ് കിട്ടാൻ പാടാ. അപ്പം എന്നോട് അൻവർ റഷീദൊക്കെ ഒന്ന് അസിസ്റ്റന്റ് ആയിട്ടാ. അപ്പൊ അൻവർ ചേട്ടാ വളക്കി ചേട്ടാ. എവിടെ വളയ്ക്കാൻ ഒന്നും നമ്മൾ പറഞ്ഞത് ആ വളക്കലിന്റെ കേസല്ല, ഈ വളവൊന്ന് മാറ്റാൻ വേണ്ടിട്ട്. എന്തായാലും ഞാനൊരു കാര്യമുണ്ട്. എന്റെ കരിയർ അവസാനമായി പറഞ്ഞാൽ ഞാൻ അഭിനയ ജീവിതത്തിനിടയിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വേഷങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പോ ഇത് വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഒന്ന് അടിച്ച് കാണിച്ചു കൊടുക്കാമോ ധൈര്യമായിട്ട്? ഇതൊക്കെ നിസ്സാരം. കൈ അടിച്ചു കൊടുക്കുക. നമ്മുടെ 5 കിലോയുടെ ഡംബൽസ് എടുത്ത് എങ്ങനെയാണ് ചെറുപ്പത്തിലേക്ക് പോകുന്നത്? ചേട്ടാ, പുറകോട്ട് ആടണ്ട, ഇവിടെ നിർത്തി. അപ്പൊ എന്തായാലും സാന്താക്ലോസ് താങ്ക് യു. വളരെ ഗുണം ചെയ്യും. Thank you, ചെയ്യുന്ന പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോരാ, അത് ചെയ്യണം. തീർച്ചയായിട്ടും ഡംബൽ അടിക്കണം. തീർച്ചയായിട്ടും. പോകട്ടെ. ഹാപ്പി Thank you, ക്രിസ്മസ്. ചേട്ടാ. ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ വന്നിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെത് കൊടുത്തു വിട്ടു. ജോണിച്ചാൻ്റെ കൊടുത്തു വിട്ടു. ഇനിയുള്ളത് എല്ലാവർക്കും കൂടെ തികയോ? എല്ലാവർക്കും ഞാൻ കൊടുക്കും. ജോണി ചേട്ടന് കൊടുത്ത അടുത്തൊരാളിരിപ്പുണ്ട്. ഇതിനും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതിനല്ല, നിത്യാജി എന്നാണ് നമ്മളിവിടെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത്. അതെ, കണ്ടിട്ട് അങ്ങനെ ജി ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പ്ലീസ് കം. എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് സമ്മാനമാണ്. തുറന്നു നോക്കണം. പിന്നെ എടുത്തൊന്ന് കാണിക്കൂ എന്തെല്ലാമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കൂ. ഒറിജിനൽ തന്നെയാണോ? ഒറിജിനൽ എന്താ ആണോ? ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാ ഫൗണ്ടേഷൻ, ആ. പിന്നെ കോമ്പാക്ട്, അതെ, പിന്നെ ഐഷേഡോ, പിന്നെ കൺമഷി, അങ്ങനെയൊക്കെയാ. അപ്പോ നിത്യയെ ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് നിത്യ. വിജയ്, ഞാൻ ഇവിടെ വലിയൊരു ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ അത് പപ്പാനി തന്നെയല്ലേ ഗിഫ്റ്റ്, അതോ വേറെ ഉണ്ടോ? വേറെ ഉണ്ടെന്ന്. അതെന്തുവാ? ഒരു ഗസ്റ്റ് ഗസ്റ്റിനെ ഗിഫ്റ്റ് ആയിട്ട് തരുവാണ്. പിന്നെ അല്ലാതെ അടിപൊളി. ശരിക്കും ആയിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഗസ്റ്റിന് ഗിഫ്റ്റ് ആയിട്ട് തന്നാലേ പറ്റുള്ളൂ. ഒന്നല്ല, ഒരുപാട് ഗസ്റ്റ്. ആദ്യം വിളിക്കുന്നത് സി കേരളത്തിലെ ഏറ്റവും വലിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ സീരിയലായ മാമനും മാമിയും. മാമനും മാമിയോ? മാമനും മാമിയല്ല, ഞാനും എന്റെ ആളും. ഞാനും എന്റെ ആളുമോ? സീരിയലോ? ഓരോ പേര് ഒരുപോലെ അങ്ങ് ഇടും. പിന്നെ ഏതാണ് എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ, അതുമല്ല, ഞാനും നിങ്ങളും തമ്മിൽ അതാണെന്ന് തോന്നുന്നു. നീയും ഞാനും. ശരി, നീ ഞാനില്ലേ ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സി കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നായ നീയും ഞാനുമില്ലേ നമ്മളെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട അവരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചേട്ടാ, ചേച്ചി, എല്ലാവരും, all the team, please. പ്ലീസ്. Please. 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 Please.
മൂന്ന് സുന്ദരികളും രണ്ട് അതീവ സുന്ദരന്മാരും ഇഷ്ടപ്പെട്ടു. സുഖിച്ചു. സുന്ദരനല്ലേ? അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ നീയും ഞാനും എന്റെ ആളും അല്ലേ കോറിലേഷൻ ഉണ്ട് ഭയങ്കര എല്ലാമായിട്ട് ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സീരിയല് എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും, മനോഹരമായിരിക്കും. എന്തായാലും നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും. Same to you, same പിന്നെ to you, ഇവിടെ same വെച്ച് to തന്നെ you. അതുപോലെ തന്നെ പറയാണ് ഷിജു ഞാനുള്ള ബന്ധം അല്ലേ അതെ അതെ, നമ്മൾ ഒരുപാട് 90-ൽ വർഷം, തുടങ്ങിയ ബന്ധമാണ്. 10-20 വർഷമായിട്ടുള്ള ബന്ധം. ഷിജു ഒരു നല്ല നന്മയുള്ള മനുഷ്യനാണ്, താങ്ക് യു സോ മച്ച്. നല്ലൊരു സുഹൃത്താണ്. ഇവർക്കൊന്നും അത് വിശ്വാസമില്ല ജോണി. അല്ല എന്തുകൊണ്ടും ക്രിസ്മസിന് വരാൻ പറ്റില്ല, കാരണം സന്മനസ്സുള്ളവർക്ക് സമാധാനം ഒന്നാണ്. അതെ അതെ അതെ, നല്ല മനസ്സുള്ള ആളാണ് ഷിജു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഷിജുവിന് എന്നും സമാധാനം ഉണ്ടാവും, താങ്ക് യു സന്തോഷം ഉണ്ടാവും. ജോണിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നല്ലൊരു ഭർത്താവും കൂടെയാണെന്നുള്ളത്. അല്ല ഞാൻ ഭാര്യ ആയതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ അങ്ങനല്ല. ഈ പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഷിജുവിന്റെ കെയറിങ് ഒരു കോള് വരുമ്പോ ഷിജു പൊന്നുപോലെ കുടുംബത്തെ നോക്കുന്നതായിട്ട് എനിക്ക് ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്റെ ബെറ്റർ ഹാഫ് തന്നെയാണ്. പക്ഷെ ഈ പരിപാടിയുടെ പ്രത്യേകത അങ്ങനെയാണ്, എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അതെ, ഞാനും അതെ. എന്റെ ആളിലേക്ക് വരുമ്പോ നല്ല ആൾക്കാരെ വരുള്ളൂ. തുടക്കത്തിൽ ഇതിൽ വന്ന് ഞാൻ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഓരോ കപ്പിളുകൾ അവരുടെ കുറെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഭയങ്കര ലൈവായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര റിയാലിറ്റി, ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും ആളുകൾ കുറെ സന്തോഷപ്പെടും. പിന്നെ കുറെ നൊമ്പരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഉൾക്കൊണ്ട് തന്നെ ആദ്യത്തെ റേറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല റേറ്റിംഗ് ആണ് ഈ പ്രോഗ്രാമിന് കിട്ടിയത്. ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ ഇതിൽ. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സാധാരണ നമ്മളെല്ലാം കുറേ റിയാലിറ്റി ഷോസിൽ കുറേ അഭിനയിക്കേണ്ടതായിട്ട് വരും. ഇവിടെ യാതൊരുവിധ അഭിനയവും ഇല്ലാതെ കുറേ കപ്പിൾസ് അവരുടെ നൊമ്പരങ്ങൾ, അവർക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസിലെ കാര്യങ്ങൾ പോലും ഇവിടെ പറയാൻ സാധിച്ചു, മനസ്സോർന്ന് പറയാൻ സാധിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കേരളം ഞങ്ങൾ കൊണ്ടുവന്നതിലും. പിന്നെ കുറെ നല്ല മംഗളകാര്യങ്ങൾ ഇവിടെ ചെയ്തു. ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു, ഞങ്ങള് വീട്ടുകൂടൽ ഉണ്ടാക്കി, അല്ലേ? അതെ അതെ. പേരിടൽ, അങ്ങനെ കുറെ അല്ല മംഗളകാര്യങ്ങളും. ഇതെല്ലാം റിയൽ ആണ് ശരിക്കും. അല്ലാതെ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്നതല്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വെച്ചാൽ സ്നേഹവും അകൽച്ചയും എന്താണെങ്കിലും എല്ലാ വികാരങ്ങളും റിയൽ ആയിരുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇറ്റ്സ് എ റിയൽ റിയാലിറ്റി ഷോ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. എനിക്ക് തോന്നിയ കാര്യം നമ്മുടെ ടീം ദമ്പതികൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ ഷാജിയുടെ വീട്ടിൽ ഞാൻ പോവാം. ഇപ്പം ഒരു 60 വയസ്സൊക്കെ ആയിട്ട് ഷാജിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വേണം ഷാജിയോട് ചോദിക്കാം, എങ്ങനെയുണ്ട് രശ്മി, ഇപ്പോഴും കരയാറുണ്ടോ? അതുപോലെ തന്നെ വിജയന്റെ വീട്ടിൽ ചിലപ്പോൾ ചോദിക്കാം, ശ്രുതിയോട് ചോദിക്കാം, ഇപ്പോഴും സർപ്രൈസ് ഒക്കെ തരാറുണ്ടോ, അല്ലേ? അങ്ങനെ ഓരോ കാര്യം. അതുപോലെ തന്നെ വക്കീല് നമ്മുടെ ടാസ്ക് ഒക്കെ ഇപ്പോഴും കിട്ടാറുണ്ടോ? ഇപ്പോഴും ഹരിച്ചേട്ടൻ തല്ലാറുണ്ടോ? അപ്പോൾ ദേവേട്ടൻ എങ്ങനെയാ ഇപ്പോഴും അപ്പം മുട്ടക്കറിയൊക്കെ ആണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്. മാധവിയോട് എന്താ ചോദിക്കാ? മാധവിയോട് മാത്രം ഞാൻ ഒന്നും ചോദിക്കുകയല്ല. അല്ല ഞാൻ പറഞ്ഞത് കുറെ അടുപ്പങ്ങൾ. എനിക്കൊരു കാര്യം കേട്ടോ, ഇതൊന്നും കഴിഞ്ഞാലും ബന്ധങ്ങൾ നിർത്തരുത്. ഉറപ്പായിട്ടും. അപ്പോൾ സുഷ്മിതയുടെ ക്രിസ്മസിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്? രസകരമായിട്ട് എങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്? അമ്മിളി പറ്റിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. അമ്മിളിയൊന്നും പറ്റിയിട്ടില്ല. അല്ല, പുൽക്കൂട്ടിൽ എന്തൊക്കെ വെക്കും? അത് ഞാനല്ല വെക്കാറ്, പിന്നെ അറേഞ്ച് ചെയ്യാറാ മതി. എന്നാലും ആരൊക്കെ ഉണ്ടാവും പുൽക്കൂട്ടിൽ? ആരൊക്കെ കാണും? പറ. ടാസ്ക് പറഞ്ഞു. അല്ല ഷീച്ചേട്ടാ, അതൊന്നും അറിഞ്ഞിരിക്കണ്ടേ? പുൽക്കൂട്ടിൽ ആരൊക്കെ കാണും? ഉണ്ണീഷു എന്തായാലും ഉണ്ടാവും. ഉണ്ണീഷു ഉണ്ടാവും. ആരും ഉണ്ടായിരിക്കും? ഉണ്ണിയേശു. ഉണ്ണിമൂന്നിരോ? ഉണ്ണിയേശു. ഉണ്ണിയേശു. ശരി. പിന്നെ മാതാവ് ഉണ്ടാവും. മാതാവ് ഉണ്ടാകും. പിന്നെ ഉണ്ണീശുവിന്റെ പിതാവ് ഉണ്ടാവും. ഉണ്ണിയേശുവിന്റെ പിതാവ് ഉണ്ടാകും. ബാക്കി പ്രധാനപ്പെട്ടവരെയൊന്നും പറഞ്ഞില്ല. പിന്നെ മാലാകന്മാരുണ്ടാവും, ആടുകൾ ഉണ്ടാവും. പിന്നെ ഏകദേശം ഒപ്പിച്ചെടുത്തല്ലേ? നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സിംഹാസനം നമ്മൾ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.
കപ്പയിൽ കുളിച്ചു തോപ്പിയെ തകിടാം ഞാനും എന്റെ ആളും വേദിയിലേക്ക് നമുക്കിതാ ഒരു അതിഥിയെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ the very lovely, the super muscular, the immensely talented ഉണ്ണി മുകുന്ദൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ഫിലിമായ മാളികപ്പുറത്തിലെ 2 കൊച്ചു സൂപ്പർ സ്റ്റാറുകളൂടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദയും ശ്രീപദും അല്ലേ. അപ്പോൾ നമ്മുടെ വേദിയെ അനുഗ്രഹിക്കാനായിട്ട് ഇവരെല്ലാവരും എത്തിയിരിക്കുകയാണ്. ഉണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ, അതായത് ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഒരു സൂപ്പർ സ്റ്റാർഡം സ്വപ്നം കാണാമെന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു ഗോഡ് ഫാദർ ഇല്ല, ഒരു സപ്പോർട്ടിങ് ഹാൻഡ്സ് ഇല്ല. എന്നാലും എത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയാലും വീണ്ടും അതിൽ നിന്നെല്ലാം തിരിച്ചു കയറി വരുന്ന, എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിടുന്ന, എന്നാൽ അപ്പോഴും ആ സൗമ്യത കാത്തു സൂക്ഷിക്കുന്ന ദ വെരി ലവ്ലി ഡൗൺ ടു എർത്ത് ഉണ്ണി. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നൊരു ക്രിസ്മസ് ഫീലിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ ഒരു സുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ ജോണി ചേട്ടാ, അത് മണ്ഡലകാലത്താണ് ക്രിസ്മസ് സംഭവിക്കുന്നത് അല്ലേ? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, മലയാള സിനിമയിൽ ഒറ്റ ഉണ്ണിയേ ഉള്ളൂ, അത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദന് ഉണ്ണികൃഷ്ണനായിട്ടും നമുക്ക് തോന്നും, ഉണ്ണി യേശുവായിട്ടും നമുക്ക് തോന്നും. ഇപ്പോ അല്ലെ, നല്ല സൗമ്യതയുള്ള, ശാന്തതയുള്ള, വളരെ ഗ്രേസ് ഉള്ള ഒരു മുഖം, മനസ്സും അങ്ങനെ തന്നെ കേട്ടോ. എനിക്കറിയാം, ഇത്രയും നിഷ്കളങ്കനായ ഒരു ആക്ടർ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി കാണുകയില്ല. അത്ര നല്ല ശുദ്ധനായ ഒരു മനുഷ്യനാണ് ഉണ്ണി മുകുന്ദൻ. ഇത് ഞാൻ പൊഴുതി പറയുന്നതല്ല, സത്യം. ഞാൻ ഇടപെട്ട എൻ്റെ ഒരു പരിമിതമായ സമയം വെച്ച് ഞാൻ പറയുക. അതുപോലെ തന്നെ ഇപ്പം അയ്യപ്പൻ അല്ലേ, നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പുണ്യ സ്ഥലം, അവിടുത്തെ അയ്യപ്പനെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രം, അത് മാളികപ്പുറം എന്ന പേരിൽ ഒരു ഗംഭീര സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നു മാളികപ്പുറത്തിന്റെ ടീമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ, വളരെ ഞാനിതായിട്ട് പറയണം, വളരെയധികം അത് വിജയിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ജോണി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹായ് നിത്യ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ടീമിന്, നമ്മളെ മാളികപ്പുറം എന്ന സിനിമയുടെ ടീമിന്, എൻ്റെ കുറേ പേരുണ്ട് ഇവിടെ, നമ്മളെ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാളികപ്പുറം വെറും ഒരു സിനിമയല്ല, കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ പോകുന്ന സിനിമയായിരിക്കും. കാണാത്തവർ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ അയ്യപ്പസ്വാമിയുടെ പടങ്ങളെ, പുലിപ്പുറത്തിരിക്കുന്ന കുറെ പുലികളുമൊക്കെ ആയിട്ട് വരുന്ന പടങ്ങൾ കുട്ടിക്കാലത്ത് കാണുമ്പോൾ ഉണ്ണി നോക്കി, ഉണ്ണിയെ മൊത്തം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നാൽ അല്ലെ, ആ ഉണ്ണിയാണ് അയ്യപ്പൻ അല്ലേ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം അത് ഗംഭീരമാവും. താങ്ക് യു സോ മച്ച്. ഈ പടത്തിൽ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദേവനന്ദ ആൻഡ് ശ്രീപദ്, 2 കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് പറയാന്ന് സത്യസന്ധമായിട്ട്, നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഈ 2 കുട്ടികൾക്കും ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഇവരുടെ എഫേർട്ടിനെ അവർ പരിഗണിക്കുന്നുണ്ട് വിശ്വാസം. ഫാമിലി മാസ് മസാല എൻ്റർടൈനർ സിനിമയായിട്ടാണ് നമ്മൾ മാളികപ്പുറത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫാമിലീസിന് ഈ വെക്കേഷൻ സമയത്തൊക്കെ ഡെഫിനറ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ക്രിസ്മസ് ആണ് കൂടെ, അപ്പോൾ സാന്താക്ലോസും അയ്യപ്പനും എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയമാണ്. അതിൽ ആ പറഞ്ഞ പോയിന്റാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്മസ് കാലവും മണ്ഡലകാലവും ഒരുമിച്ച് വരികയാണ്. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ 2 സമയത്തും ക്രിസ്മസ് വെക്കേഷന് ഒരു അയ്യപ്പ സിനിമ ഇറക്കാൻ കാണിച്ച ആ മനസ്സിന് ഒരുപാട് വലിയൊരു കൈയ്യടി. എന്നാൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്, ജോണി ചേട്ടന് വെച്ചിരുന്ന വേഷം എന്തോ ആയിരുന്നു? ജോണി ചേട്ടനെ വെച്ച വേഷം ഗംഭീര വേഷമാണ്. അയ്യോ ജോണി ചേട്ടൻ. പക്ഷേ ജോണി ചേട്ടൻ്റെ കുഴപ്പമില്ല, ബിക്കോസ് ശബരിമല അവിടെ മുകളിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വരിക പോകും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 2 തവണ മല കയറി ഇറങ്ങി. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമാണ്. അത് എല്ലാം ഷോർട്ട് നോട്ടീസിലാണ് നടന്നത്. അതുകൊണ്ടാണ് എനിക്കറിയായിരുന്നു ജോണി ചേട്ടനെയാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ചേട്ടാ തലേന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അല്ല, തെരഞ്ഞെടുപ്പ് പറഞ്ഞ് 19-ാം തീയതി ഒരു ഡേറ്റിൽ ഇന്നൊന്ന് വരണം. എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ ഡേറ്റ് കൊടുത്ത വേറെ ഡേറ്റ് ആയിരുന്നു, അത് ഞാൻ ഫ്രീ ആയിരുന്നു. അറിയാം ചേട്ടാ. പക്ഷേ 19-ാം തീയതി പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ പോകാൻ പറ്റില്ല. നമ്മൾ മോനെ ആരെങ്കിലും ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ തമാശ, ഇത് ചെയ്തത് എനിക്ക് പകരം പോയി ചെയ്തത് പിഷാരടിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിതിൻ്റെ കഥ കേട്ടത്, മമ്മൂക്ക ഒരു ദിവസം പിഷാരടിയെ വിളിക്കുന്നു. എവിടെ പിഷാരടി?
ഞാൻ ശബരിമല മറ്റേ ഉണ്ണിമൂന്നന്റെ ചിത്രത്തിൽ വാളിയപ്പുറം അതെ ആ ജോണിയാനി വേണ്ടെന്ന് വെച്ച റോളാണ്. ഇതൊന്നും അറിയാതെ ഞാൻ പിഷാരടിയെ വിളിക്കുന്നു. പിഷാരടി എവിടെയാ? ഞാൻ ശബരിമല നിന്ന് ഇറങ്ങുക. ഞാൻ ഏത് പടം? അയ്യോ ഒന്നും പറയണ്ട, നിങ്ങൾ വേണ്ടെന്ന് വെച്ച പടം. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് അവര് പറഞ്ഞ ഡേറ്റ് മാറിപ്പോട്ടോ, എനിക്ക് ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അപ്പൊ മമ്മൂക്ക എങ്ങനെ വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും സിനിമയിൽ വരണമെന്നും അല്ലെങ്കിൽ ഈ മീഡിയയിലേക്ക് വരണമെന്നും ലൈം ലൈറ്റിൽ നിൽക്കണമെന്നും എല്ലാം ആഗ്രഹമുണ്ട്. അവർക്കെല്ലാം ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയാണ്. നമുക്കറിയാം എങ്ങനെ തുടങ്ങാൻ പറ്റും. ആ വിശ്വാസം നമുക്ക് തന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ ആദരിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ പേർക്ക് വലിയൊരു പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ആളും ടീമിൻ്റെ വക ഒരു വലിയ ഓണറിങ് ഇന്ന് ഈ വേദിയിൽ നടക്കുകയാണ്. മലയാളത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടന്, നമ്മുടെ സ്വന്തം ഉണ്ണിക്ക, പ്ലീസ് ദ ഹോൾ ടീം ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവരും ചോദിച്ചേട്ടാ നിത്യ. ജോണിച്ചേട്ടാ, നിത്യ, സഹിച്ചേട്ടാ, ജോബിച്ചേട്ടാ, നമ്മുടെ ഞാനും എൻ്റെ ആളും ടീമിന്റെ വകയായിട്ട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഉണ്ണിയെ നമ്മളൊന്ന് ആദരിക്കുകയാണ്. കാര്യം ഇതേപോലെ തന്നെ തുടരാനായിട്ട് സ്വാമിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആദരം സമർപ്പിക്കുന്നത് ഈ ക്രിസ്മസ് വേളയിൽ. ഇത് ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് ഏറ്റവും വലിയൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത് പ്രതീകാത്മകമായിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേദിയിൽ നമുക്കൊരു സ്വാമിയെ ശരണമയ്യപ്പ, നമ്മൾ ഉണ്ണി ലീഡ് എടുക്കുകയാണ്, നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഒരു ശരണം വിളി ഉണ്ണി പ്ലീസ്. ചേട്ടൻ സ്വാമിയേ ശരണമയ്യപ്പോ, അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ, വീരമണി കണ്ഠനേ ശരണമയ്യപ്പോ, പൊന്നു 18-ാം പടിയേ ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ. ഇനിയും ഈ വേഷത്തിൽ നിന്ന് നമുക്കൊരു ഹാപ്പി ക്രിസ്മസും കൂടെ വേണം. മെറി ക്രിസ്മസ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഞാനും എൻ്റെ ആളും വേദിയെ ഒന്ന് ത്രസിപ്പിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കൊണ്ട് അവർ വളരെ ചെറുതാണെങ്കിലും ആ ചെറുപ്പത്തിലും അവർ തരാൻ പോകുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞോളൂ. ലെറ്റ്സ് ഇൻവൈറ്റ് them with a great round of applause please everyone. അപ്പോ ഈ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് ആയിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനും എൻ്റെ ആളും വേദിയെ ത്രസിപ്പിക്കാനായിട്ട്, എനർജൈസ് ചെയ്യാനായിട്ട് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ നല്ലോണം ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം പ്ലീസ്, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ പേരെന്താണ്, അവരുടെ വിശേഷം എന്താണെന്നൊക്കെ നമ്മൾ ഈ ഡാൻസിന് ശേഷമായിരിക്കും അറിയാൻ പോകുന്നത്. കൂട്ടത്തിൽ അമ്മയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇടയ്ക്കുള്ള പാപ്പമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തരും. അടിച്ചു പൊളിച്ച് മക്കളെ നിങ്ങൾ കളിച്ചോണം കേട്ടോ. കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണ്ട, അടിച്ചു പൊളിച്ചോണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഫുൾ ടീം തരാൻ പോകുന്ന ഒരു കൂടെ ഹാപ്പി ക്രിസ്മസ്. തകർത്തോ മക്കളെ, തകർത്തോ. ണ്ടലക്കന് മോളം കൊട്ട് കിണി കുയിൽ പാട്ടുകെട്ടി വീട്ടുകിട്ട് കൂവിക്കിട്ട്
ചെമ്മീൻ കഴിച്ചാലോ ഞാനും എന്റെ ആളും വേദി ഇത്രയധികം ഇളകി മറിഞ്ഞത് ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ഈ കൊച്ചു കുട്ടികൾക്ക് നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഞാനും എന്റെ ആളും ടീം ഫുൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ നിർബന്ധമായിട്ടും പ്ലീസ്. കീ കൊടുത്തു വിട്ട പാവ പോലെയാണ് അവസ്ഥകൾ. അറിയാതെ ഒന്ന് കീ കൊടുത്താൽ പിന്നെ ഇത് നോൺ സ്റ്റോപ്പ് എനർജിയാണ്. കൊച്ചുകുട്ടികളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതെ. ആ എവിടെന്നാ ഏതാന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവട്ടെ. ജോണി ചേട്ടനുണ്ട്, ഉണ്ണിച്ചേട്ടനുണ്ട്, അതുപോലെ നിത്യയുണ്ട്, നമ്മുടെ ഫുൾ ടീമുണ്ട്. സാജു ചേട്ടൻ പറയുന്നുണ്ട് ഇവരെയൊക്കെ അറിയാം, വീട്ടിൽ നിന്ന് പറയാതെ ഇറങ്ങി വന്നാണെന്നൊക്കെ സാജു ചേട്ടൻ പറയുന്നുണ്ട്. ഇല്ല ഇത് നമ്മുടെ സ്വത്താണ്, ഞങ്ങളുടെ നാടിന്റെ സ്വത്തുക്കളാണിത്. ആരാ ചേട്ടാ ഇതൊക്കെ? ആരാ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ, എന്റെ അയൽവാസികളാണ്, ഞങ്ങളുടെ അമ്മച്ചിമാരത്. ഓക്കെ പറഞ്ഞേ. അമ്മ പേരെന്താ? എന്റെ പേര് റീത്ത. റീത്ത. വയസ്സ് 76. എത്ര? 76. എങ്ങനെ? 76. ചുമ്മാ? ഇല്ല സത്യം. ഏറ്റവും പ്രായം കുറഞ്ഞത് ആരാണ് ഇവിടെ? ഞാനാണ്. എത്ര? 100 ആണോ? 76. ഏറ്റവും കുറവ് 76 ആണ്. ഇതാണ് ഏറ്റവും കുറവ്. എത്രയാണ് മീശക്കാരന്? 55. 55. കട്ട ചെറുപ്പമാണല്ലോ. വിജയ് എന്തോ അവരൊക്കെ സത്യമേ പറയുള്ളൂ, എല്ലാരും നിത്യ പോലെ അല്ല.
ഞാൻ വിചാരിക്കായിരുന്നു ഇവിടെ വന്നവര് പകുതിയോളം ആൾക്കാർ ജോണി ചേട്ടൻ ആ ഒരു ഏജിലുള്ള ആൾക്കാരാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആള് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ക്ലാസ്മേറ്റ്സിന്റെ ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. അല്ല, പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല. No. അതങ്ങനെ മേലോട്ട് കേറിക്കൊണ്ടിരിക്കും. ഇതെന്താ സമ്മതിച്ചല്ല? ഇന്നെങ്കിലും സമ്മതിച്ച്. അല്ല, ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മളുടെ ആ എനർജിയാണ്. നമുക്ക് എത്ര പ്രായമായി എന്നുള്ളതല്ല അതിൽ കാര്യം. നമുക്ക് ഊർജ്ജമുണ്ടോ എന്നുള്ളതാണ്. അതാ നോക്കട്ടെ. ഇവിടെ ഇയാൾക്ക് ഊർജ്ജം ഇല്ല, എനിക്ക് ഊർജ്ജമുണ്ട്. ജോണി ചേട്ടാ ഇതിലൊരു സംഭവം എന്താ അറിയുമോ? നമ്മളൊക്കെ ഈ ഒരു ഏജ് എത്തുമ്പോഴത്തേക്ക് നമ്മളും തിരിഞ്ഞു കിടക്കണമെങ്കിൽ ചട്ടകത്തിന് മറിച്ചിടണം. ആ ഭാഗം ഒരുക്കുള്ളൂ. അതല്ല, ഒരു ഗുണമുണ്ട്. നിത്യ അയാൾ എന്ത് പറഞ്ഞിട്ട് പറയും, ഞങ്ങൾ കോഴിക്കോടുകാരിക്കലെന്ന് പറയും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കോഴിക്കോട് എന്തുവാ കേട്ടോ. അല്ല, ഇത്രയും നാള് ഡാൻസ് കളിക്കാത്ത നമ്മുടെ ഹരിയണ്ണൻ ഉറഞ്ഞു തുള്ളുവായിരുന്നു. അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഞങ്ങൾ ഇത്രയും കാലം കുറേ പെർഫോമൻസ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഇത്ര എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ച മറ്റൊരു പെർഫോമൻസേ ഇല്ല. അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണ് നിങ്ങൾ ഈ അമ്മമാരെല്ലാം കൂടെ ഞങ്ങൾക്ക് തന്നത് കേട്ടോ. ഭയങ്കര സംഭവമായി പോയി. അല്ലെ അമ്മച്ചിമാരെ, എനിക്ക് ഈ പറഞ്ഞത് നിങ്ങളെല്ലാം ചട്ടയും കൊണ്ട് വിടുന്നവരാണോ? എല്ലാരും ചട്ടയും കൊണ്ട് ഉടുക്കുന്നവരാണോ? ഇവിടെ ഒരു ആരുമില്ല. മൈക്കില് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം കേരളത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് ചട്ടമുണ്ടും. എൻ്റെ അമ്മച്ചി ചട്ടമുണ്ടുമായിരുന്നു, എൻ്റെ അമ്മാമ്മ, എൻ്റെ അമ്മായിമാര്. ഇപ്പം ഞങ്ങളുടെ മാമൂടെ ഇടവകയിൽ 4-5 അമ്മച്ചിമാരുടെ ഈ ചട്ടമുണ്ട് ഇട്ടവരേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളൊന്ന് ഓർത്തുപോയി. എന്തായാലും നന്നായി ചേരുന്നുണ്ട്. ഉണ്ണിച്ചേട്ടൻ ഇപ്പൊ വലിയൊരു വിഷമം ഉണ്ടായിക്കാണ്. മാളികപ്പുറം പേട്ടത്തുള്ളിൽ ഇവരെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത് വേറെ കളറായനെ അല്ലേ? വേറെ കളറായിരുന്നു. അയ്യോ, എനിക്ക് അമ്മ നമസ്കാരം എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിത്യ പറഞ്ഞ പോലെ ഈ എനർജി ഇതാണ്. ഞാനിപ്പോൾ എൻ്റെ നമുക്ക് ഭാവിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ, ഈ എനർജി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിവിടെ വരാൻ പറ്റിയാലും പിന്നെ നിങ്ങളുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഡാൻസ് ചെയ്തില്ല, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി കേട്ടോ. ഇങ്ങനെ കാണുമ്പോഴേക്ക് ചേട്ടൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവിധ ആശംസകൾ. ശരിക്കും നമ്മൾ ആ സിനിമയുടെ വേദി, സിനിമയുടെ ഒരു പ്രൊമോഷൻ ഇവിടെ നടത്തി. ഇപ്പോൾ ഇവരെല്ലാം നമ്മുടെ മാളികപ്പുറങ്ങളാണ് അല്ലേ? ഇവരെല്ലാം മാളികപ്പുറങ്ങളാണ്. നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദിയെ വേറൊരു ലെവലിലേക്കാണ് എത്തിച്ചത്. നിങ്ങൾ ഒരു വലിയ സന്ദേശവും കൂടെ നമ്മുടെ തലമുറയ്ക്ക് നൽകുകയാണ് അല്ലേ നിത്യ? പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. അതാണ് ഇവരിന്ന് ഇവിടെ തെളിയിച്ചത്. ഇനി നിത്യക്ക് വിഷമമാവുന്നൊന്നും ഞാൻ പറയില്ല. എന്നാ പിന്നെ ജോണിച്ചേട്ടൻ വിഷമമെന്ന് ഞാനും ഒന്നും പറയില്ല. വേറെ എന്തൊക്കെയാണ് ഡാൻസ് അല്ലാതെ എന്തൊക്കെ ചെയ്ത് എത്ര വേദികളിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ? കൊറേ വേദികളിൽ ഒരു എണ്ണം പറഞ്ഞാൽ 40 കഴിഞ്ഞിട്ടുണ്ടാവും. 40 വേദികളിലോളം ചെന്ന് ഇളക്കി മറിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കളിക്കൂട്ടുകാരാണോ? റീത്തമ്മയുടെ എല്ലാരും കളിക്കൂട്ടുകാരാണോ? അതാ കൊടുക്കണോ മൈക്ക്? ഫ്രണ്ടോട്ട് വാ, ഇങ്ങോട്ട്. ആ മീശയൊക്കെ പോയി കേട്ടോ. കള്ള മീശയും വെച്ചോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് വാ, പറ. ഞങ്ങളെ അയൽക്കൂട്ടക്കാരാണ്, അയൽക്കൂട്ടപ്പണി നടക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പേരെന്താ? ലീല. ഒരു കാര്യം, ഇവിടെ കയറുന്നതിന് മുമ്പേ സ്റ്റേജിന്റെ പുറകെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ മോനുണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ്റെ കൂടെ ഇന്ന് അവിടെ ഉണ്ണിയേശുവിനെ പോലെ ജോണിച്ചോട്ടൻ പറഞ്ഞ പോലെ ആ മോൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തരമൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മളെ ഡാൻസ് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജ് വഴി പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, ദാണ്ട വന്നിരിക്കുന്നു. എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാനിത് എങ്ങനെ ഈ പരിപാടി കഴിഞ്ഞിട്ട് എടുക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പ്രോഗ്രാംസ് കുറേ അറ്റൻഡ് ചെയ്യും, സിനിമകളും പലതും പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടാണ് സംഭവിക്കുക. എനിക്ക് എല്ലാവരെയും കാണാൻ വലിയ സന്തോഷമുണ്ട്. ഈ എനർജി ഞാൻ കുറച്ച് എനിക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കാം. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോവുള്ളൂ കേട്ടാ. ആരാ ഫോട്ടോ എടുക്കാൻ പോണേ? രാഹുൽ, ടേക്ക് പിക്ചർ. ഇതിന്റെ കൂടെ ഓരോ ആഗ്രഹവും കൂടെ ഉണ്ട്. അത് ഉണ്ണി സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ മുഖത്ത് അതിനുള്ള സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അഭിനയമല്ല, ഈ അമ്മമാർക്ക് എല്ലാവർക്കും കൂടെ ഉണ്ണിക്കൊരു ഉമ്മ എന്നുള്ള ചടങ്ങും കൂടെ ഉണ്ട്. ആദ്യമായിട്ട് ഇത്ര ഉമ്മ കിട്ടിയ ഉണ്ണി, ശരിക്കും നമ്മുടെ ഈ വേദിയിൽ നിന്ന് വരാൻ പറ്റുന്നത്, ഈ അമ്മമാര് കൃത്യം ഈ ദിവസം വരാൻ പറ്റുന്നതും ഇത്ര അമ്മമാരുടെ സ്നേഹമാണ് അവരുടെ എന്ത് ടൈപ്പ് ഓഫ് ആക്ടിനായാലും ഉണ്ണിക്ക് കിട്ടിയത്. ശരിക്കും അതൊരു പ്രഷ്യസ് അല്ല, ഇതുപോലൊരു ഓസ്കാറിന് തുല്യമായ ഒരു മൊമെന്റ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മാളികപ്പുറം എന്ന സിനിമ അത് വെറും ഒരു സിനിമയല്ല, അത് എൻ്റെ നിയോഗമാണ്. ഞാനിവിടെ ആ സിനിമക്കാരനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതും. ഇത്രയും ഇഷ്ടം, ഇതൊക്കെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ എനർജിയോടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞാൻ ബ്രോ പറഞ്ഞില്ലേ കുറേ സെറ്റ് ബാക്സ് വരുന്നുണ്ട്.
അത് ഇങ്ങനെയൊക്കെ തള്ളി പോവാ. അടിപൊളി, ഇതൊക്കെ ചുമ്മാ. താങ്ക് യു സോ മച്ച്. ഇവിടെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്, വരാൻ പറ്റിയ സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാ. എനിക്ക് ഇതൊക്കെ കാണുന്ന കുറെ അമ്മമാർ ആ ക്യാമറയുടെ പുറകിൽ അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് കാണും, അവർക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങളുണ്ട്. അവരടുത്തൊക്കെ എന്താ പറയാനുള്ള? പിന്നെ നമ്മളെ മടി പിടിച്ചിരുന്ന നമ്മൾ അങ്ങനെ തന്നെ വീട്ടിലിരുന്ന് പോകും. അതേസമയം നമ്മൾ പിന്നെ കുറച്ച് എനർജി ആയിട്ടൊക്കെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കണത് തന്നെ ഞങ്ങൾ കഴിക്കണത്. പിന്നെ അതെനിക്ക് കുറച്ച് സംശയമുണ്ട്. സപ്ലിമെന്റ് ഉണ്ട് ഇത് കുറച്ച് വളം കൂടുതൽ കിട്ടുന്ന ഇനമാണ്. ഞങ്ങൾക്ക് കുറച്ച് സപ്ലിമെന്റ് ഒക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ എല്ലാവരെയും പോലെ പിന്നെ കാലത്തെ പള്ളിയിൽ പോകും, മക്കളെ കൂടി പിന്നെ വീട്ടിൽ പണി ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. കൂടുമ്പോൾ എല്ലാവരും കൂടി കൂടും, സന്തോഷിക്കും, അവിടെ നിന്ന് ഡാൻസ് ചെയ്യും. വെറുതെ ആണെങ്കിലും നിന്ന് ഡാൻസ് കളിക്കും. ഞങ്ങൾ കരോള് വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് എല്ലാ വീടുകളിലും പോയി ഡാൻസ് ചെയ്യും പപ്പാഞ്ഞൊക്കെ ആയിട്ട്. നല്ല വരുമാനം ഉണ്ടല്ലേ അപ്പോ? ഇല്ല, വരുമാനമൊന്നുമില്ല മോനെ. കരോള് പോകുമ്പോ വെറുതെ ആരും വിടത്തില്ലല്ലോ. ശരി, അപ്പോൾ ശരിക്കും നമ്മുടെ ഈ സംഘത്തിന് എന്തെങ്കിലും പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഗ്രാൻഡ് മദേഴ്സ് നെട്ടൂർ. ഗ്രാൻഡ് മദേഴ്സ് നെട്ടൂർ, അതാണ് അവരെ തന്നെ വിളിക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളക്കരയാകെ ഇവരുടെ ഈ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വേദികളിൽ, സിനിമയിലും വേണമെങ്കിൽ പല പ്രൊഡ്യൂസർമാർ വിചാരിച്ചാൽ അത് നടക്കും. നമുക്കിവിടെ ഒരു മികച്ച ഉമ്മ കൊടുത്ത പ്രൊഡ്യൂസർ അടുത്ത് നിൽക്കുകയാണ്. ഈ ട്രൂപ്പ് ഗ്രാൻഡ് മദേഴ്സ് നെട്ടൂർ ഇവരെ പേഴ്സണലി പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ. നമ്മൾ ഓൺലൈനിൽ മൊത്തം പ്രൊമോഷൻ ആയിരിക്കും. ബ്രാൻഡ് അംബാസിഡർ ആണല്ലേ ഗ്രാൻഡ് മദേഴ്സ് നെട്ടൂറിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഉണ്ണി സ്ഥാനമേറ്റിരിക്കുകയാണ്. അടിപൊളി, കമോൺ. ഈ ഒരു മൊമെന്റ് കുറച്ചും കൂടെ ഒരു ഡബിൾ ധമാക്കി ആക്കണമെങ്കിൽ നമ്മുടെ രണ്ടുപേരെ കൂടെ ഇങ്ങോട്ട് വിളിക്കണം. അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന ടോം ആൻഡ് ജെറി ഉണ്ട്. ആ രണ്ടുപേരെ കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? എല്ലാരും ജോണി ചേട്ടാ, നിത്യ ചേച്ചി എന്ന് വിളിച്ചോ. നമ്മുടെ ഞാനും എൻ്റെ ആളും വേദിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിച്ചേന ഒരിക്കൽ കൂടെ നമ്മൾ പറയണ ഹാപ്പി ക്രിസ്മസ്. ജോണിച്ചേട്ടനും ഉണ്ണി ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ക്രൂവിനെ കാണാനുള്ള കൊതിയായിട്ടുണ്ട്. കാര്യം മാളികപ്പുറം പോലെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ധൈര്യം കാണിച്ച ആ ക്രൂവിനെ, ആ ക്രിയേറ്റീവ് ടീമിനെ ഇങ്ങോട്ട് നമ്മൾ വിളിക്കാൻ പോവുകയാണ്. ദ ഹോൾ ടീം ഓഫ് മാളികപ്പുറം, പ്ലീസ് ഓൺ സ്റ്റേജ്. ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. നല്ലൊരു കൊമേഴ്ഷ്യൽ കണ്ടന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പടം ട്രീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കേരളത്തിലെ സ്വന്തം സൂപ്പർമാൻ, അതെ, അദ്ദേഹത്തെ നമ്മുടെ മാളികപ്പുറത്തിന്റെ സൂപ്പർ ഹീറോ ആയിട്ടാണ് ഏകദേശം കഴിയുന്നു. ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. വിഷ്ണു ഞാൻ സ്റ്റൈൽ എന്ന സിനിമ ചെയ്തപ്പോൾ വിഷ്ണു അതിൽ എഡിറ്റിംഗ് ടീമിലും കൂടി ഉണ്ടായിരുന്നു. വിഷ്ണു ഇസ് എൻ എഡിറ്റർ ആൻഡ് ഡയറക്ടർ. ഈ സിനിമയിൽ എഡിറ്റിംഗ് ചെയ്യുന്നത് ഷമീർ മുഹമ്മദാണ്. ബിക്കോസ് പുള്ളി ഡയറക്ഷനിലായിരുന്നു കൂടുതൽ ഫോക്കസ്. സോ അങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ മാളികപ്പുറം എന്നുള്ള വളരെ സെൻസിറ്റീവ് സബ്ജക്റ്റ് നമുക്ക് സമ്മാനിച്ച ആ എഴുത്തുകാരൻ നമ്മുടെ അഭിലാഷ് പിള്ള, അതായത് നമുക്ക് നൈറ്റ് ഡ്രൈവും 10-ാം വളവും ഒക്കെ സമ്മാനിച്ച നമ്മുടെ അഭിലാഷിലേക്കാണ് മൈക്ക് എടുത്ത് ചെല്ലുന്നത്. അഭിലാഷ്, അതെ അതെ, ഞാനത് പറയാൻ വരായിരുന്നു. ഈ മാളികപ്പുറം എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ കൂടെ കൂട്ടുന്ന ഒരാളാണ് അഭിലാഷായിട്ട്. ഒരു ധൈര്യം. അതെ അതെ. അപ്പൊ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ നേരെ എല്ലാം സ്റ്റേജിലും പോവാണെങ്കിൽ നേരെ മൈക്ക് അഭിലാഷ് ചേട്ടാ. അല്ല, സത്യം അതൊന്നുമല്ല. ഏറി കയറാൻ ഒരുത്തം വേണമല്ലോ എപ്പോഴും. അപ്പൊ അതെടുത്ത് എനിക്കിട്ട് തരുന്നതാണ്. അത് എവിടെ ചെന്നാലും സ്ഥിരം ഉണ്ണി തരുന്നൊരു പണിയാണിത്. അത് ഉണ്ണിയെ കണ്ട് ഇവനും പഠിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും മാളികപ്പുറത്തെ പറ്റി ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്. വിഷ്ണു പറഞ്ഞ പോലെ തന്നെ കുറേ സസ്പെൻസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിയേറ്ററിൽ കണ്ട് ആളുകൾ ഹാപ്പി ആവട്ടെ. പിന്നെ മാളികപ്പുറം എന്നുള്ള ടൈറ്റിൽ തന്നെ അറിയാലോ. അപ്പം അതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ഞങ്ങൾ പറയിച്ചത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരം മമ്മൂക്ക വെച്ചിട്ടാണ്. അപ്പം മമ്മൂക്ക സിനിമയിൽ അങ്ങനെ ഒരു ഭാഗമാവുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് തപ്പി നടന്ന ഒരാളെ എനിക്ക് വേദിയിൽ കിട്ടി, ജോണി ചേട്ടനെ. കാരണം
ജോണി ചേട്ടൻ ഡേറ്റിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് സത്യം മനസ്സിലായി ശബരിമല ഒരു 3-4 തവണ കയറി ഇറങ്ങണം. ആള് നൈസ്. അതിലും വലിയ കുന്നായിരുന്നു 15 ജാനുവരിലെ. ആണല്ലേ? ഓടിക്കറിയായിരുന്നു. അപ്പൊ എന്തായാലും മിസ് ചെയ്ത് ജോണി ചേട്ടാ ആ പടത്തിൽ നിങ്ങളെ. പക്ഷെ ഞാനാ മിസ് ചെയ്തത്. എനിക്ക് ഭയങ്കര അല്ല കുഴപ്പമില്ല, അടുത്തൊരു കഥയായിട്ട് വരുന്നുണ്ട്, ഡേറ്റ് തന്നാൽ മതി. ഓയോ എപ്പോഴും വേണല്ലോ. ജോണി ചേട്ടന് മാത്രമല്ല നമ്മുടെ നിത്യക്കും കൊടുക്കണം വേഷം. ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ സ്റ്റെബിനുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, ടാലന്റഡ് ആയിട്ട്. എല്ലാവർക്കും ചേട്ടാ അഭിലാഷ് ചേട്ടാ വേഷം വേണം കേട്ടോ. ഇവിടെ കുറച്ച് പിന്നെ വിഷ്ണു, ഇവിടെ ഈ ദേവൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ ജോത്സ്യൻ ബ്രദർ, അർജുൻ, ഇവരൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാട്ടോ. നല്ലതായിട്ട് ഇവരൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് സെറ്റിൽ ആവണം. കാരണം ഇവരൊക്കെ വന്നാൽ പിന്നെ നമ്മുടെ കാര്യം വലിയ പാടായിരിക്കും. ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ്, അതായത് നമ്മുടെ ദേവനന്ദയും ശ്രീപത്തുമാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത്ര നല്ല സിനിമയാണ്. ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് മാളികപ്പുറം. മാത്രമല്ല ഉണ്ണിച്ചേട്ടൻ എന്നെയും ഇവളെയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാലിലൊരു മുള്ളു കൊണ്ടാൽ എടുത്തരാൻ പോലും ഉണ്ണിച്ചേട്ടനാണ് നടക്കാറ്. ഉണ്ണിച്ചേട്ടാ ഇതാരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ, പുറത്ത് നടന്നു മിടുക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെ ഈ സിനിമയിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ അഭിച്ചേട്ടനും വിഷ്ണു ചേട്ടനും ഉണ്ണിച്ചേട്ടനുമാണ്. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഓഡീഷനിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത 2 കുട്ടികളാണ്. ജെന്യുവിൻലി ഡിസർവ് ചെയ്യുന്ന കുട്ടികളാണ്. നമ്മൾ കുറേ കുട്ടികളുടെ ഈ അത്രയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആളെ തന്നെ ചൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിലറൊക്കെ റിലീസായതിനു ശേഷം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, അതായത് കാസ്റ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയിൽ ചേട്ടൻ അറിയാലോ. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളാണ്. ഇപ്പോൾ ശ്രീപദിൻ്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയാണ് കുമാരി. കുമാരിയിൽ ഏറ്റവും പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മിന്നൽ മുരളിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര പ്രൊഫഷണൽസാ. ദാറ്റ് ഈസ് ക്യാമറ ഈ സൈഡിൽ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു കൈവെക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ല സംസാരിച്ചത് പോലും എന്തല്ലേ ക്ലിയർ ആയിട്ടാ. ചേട്ടൻ ചോദിച്ചില്ലേ ജോണി ആന്റണി ചേട്ടൻ ആരാണ് ഈ മൂവിയിലെന്ന്? എന്റെ അച്ഛനായിട്ടാണ്. ഒരു അച്ഛന്റെ രോദനം, ഒരു മകന്റെ രോദനം കേട്ടോ ചേട്ടാ. മോനെ ഒരുപാട് വയസ്സന്മാരുടെ അപ്പനായിട്ടാണ് ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ജാക്കോ, അതുപോലെ തന്നെ റോഷൻ, പിന്നെ ടൊവിനോ. കുട്ടികളെ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്നാകുന്നതായിരിക്കും. പിന്നെ അതുപോലെ ആൽബി ഒന്നും പറയുന്നില്ലല്ലോ. ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ വലിയൊരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. അതേപോലെ തന്നെ ഞാൻ ഈ മൂവിയിൽ ചെയ്യുന്ന പറഞ്ഞാൽ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ റോൾ ചെയ്യുന്ന കല്ലുവിൻ്റെ അമ്മയായിട്ടാണ്. ആദ്യമായിട്ട് ഒരു അമ്മ റോൾ ചെയ്യണേ. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ വരും നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഉണ്ണിയേട്ടനടക്കം വിഷ്ണു, അഭിലാഷ് ചേട്ടൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അമ്മ റോൾ ചെയ്യുന്ന ആൽഫിക്ക് ഒരുപാട് അച്ചംവേഷം ചെയ്യുന്ന എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. അല്ല ജോണി ചേട്ടാ, ഇപ്പൊ ജോണി ചേട്ടാ ഇവിടെ ഇരുന്നോണ്ട് പറയുന്നത് സാണ് ഇത് പറയാറില്ല. കോളേജുള്ള പൊക്കോണ്ടിരുന്ന പ്രൊമോഷന് അവിടെ മിണ്ടില്ലായിരുന്നു അമ്മയാന്നൊന്നും. അല്ല ആൽബി അത്യാവശ്യം മലയാള സിനിമ പ്രയോജനപ്പെടുത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു അഭിനയിച്ചേക്കാം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ ശിക്കാരി ചെമ്പൂവിലെ വിഷ്ണുവിന്റെ നായികയായിട്ടായിരുന്നു ആൽബി. ഇനി നമ്മുടെ ഈ മാളികപ്പുറത്തിന്റെ ഒരു പ്രോജക്ട് ഡിസൈനർ, അതായത് ലാലേട്ടന് ആന്റണി പെരുമ്പാവൂർ എങ്ങനെ, അതേപോലെയാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഉള്ളിടത്ത് നമ്മുടെ ബിബിനും കാണും. അദ്ദേഹം ഇല്ലാതെ ഇദ്ദേഹം ഇല്ല. വിക്രമനും മുത്തുവും പോലെ നമ്മുടെ പ്രിയപ്പെട്ട ബിബിൻ. ബിബിനെ, നിങ്ങളാണല്ലേ ബിബിൻ പെരുമ്പാവൂർ? അയ്യോ, ബിബിൻ ചങ്ങനാശ്ശേരിയാണ്, ചേട്ടൻ്റെ നാട്ടാണ്. തള്ളി മറിച്ചതിന് താങ്ക്സ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ബേസിക്കലി ഉണ്ണിയുടെ മാനേജറാണ്, പ്രൊമോഷൻ കൺസൾട്ടൻ്റ് ആണ്. എനിക്ക് ജോണി ചേട്ടനെ പറ്റി പറയാനുള്ള, ജോണി ചേട്ടൻ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, വ്യക്തിയാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഒത്തിരി ജോണി ചേട്ടൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കുറേ തിയേറ്ററിൽ കുറേ സിനിമകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വർഷം ഏറ്റവും ലേറ്റായ ചേട്ടൻ്റെ ജോ ആൻഡ് ജോ പ്രൊമോട്ട് ചെയ്തത് ഞാനാണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ മാളികപ്പുറം എന്ന സിനിമ നല്ലൊരു സിനിമയാണ്. ഇനി പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്, ഫീഡ്ബാക്ക് തരേണ്ടത്. വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഞങ്ങൾ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. അതേ ഹാപ്പിനെസ് ആൾക്കാർക്കും കിട്ടട്ടെ തിയേറ്ററിൽ. താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതായത് മാളികപ്പുറം ഫിലിമിന് നമ്മുടെ സന്നിധാനത്ത് ഭക്തജന തിരക്ക് എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ ആകട്ടെ, തിയേറ്ററുകൾ നിറഞ്ഞു കവിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഉണ്ണി നമ്മുടെ ജോണി ചേട്ടൻ്റെയും നിത്യയുടെയും അയൽക്കാരനായിട്ട് ആ സീറ്റിലേക്ക് ഇരിക്കാൻ താങ്ക് യു സോ മച്ച്.